എഴുന്നേൽക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ച് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് കുഞ്ഞാവ് എനിക്ക് രാവിലെ പണി തന്നുകൊണ്ടേയിരിക്കുന്നത്. അത് 2 മണി 3 മണി 4 മണി അങ്ങനെ പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ എവിടെ ഉള്ളതെന്ന് പറഞ്ഞല്ലോ, ഞാൻ സമേതയിലാണ് ഉള്ളത്. പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി എന്ത് ചേച്ചി പ്രസവരക്ഷ ഒന്നും ചെയ്തില്ലേന്ന്. ഞാൻ ചെയ്തത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. ഫസ്റ്റ് റീസൺ എനിക്ക് സി സെക്ഷൻ ആയിരുന്നു. സെക്കൻഡ് റീസൺ സി സെക്ഷൻ എനിക്ക് ഇച്ചിരി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ലേറ്റ് ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന റൂം. ഒരു റിസോർട്ടിൽ വന്നൊരു ഫീൽ ആയിരുന്നു കേട്ടോ. നല്ലൊരു വലിയൊരു ബെഡ്, ശേഷം നമുക്ക് എൻ്റെ കൂടെ അനിയനുള്ളതുകൊണ്ട് എക്സ്ട്രാ ബെഡ് ഉണ്ട്. മാത്രമല്ല നമുക്കൊരു ടേബിള്, ചെയർ, അതേപോലെ തന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള വാർഡ്രോബ്സ്. ആൻഡ് ദെൻ നമുക്ക് നല്ലൊരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ബാത്റൂമാണ് കേട്ടോ. ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കോസി ഫീലായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ പോയപ്പോഴേ എന്തോ ഒരു നമ്മൾ ഒഴിച്ചലിന് പോയൊരു ഫീലൊന്നുമില്ല. എൻ്റെ മനസ്സിലെ കോൺസെപ്റ്റിൽ ഒഴിച്ചൽ ഭയങ്കര വേറെ ആയിരുന്നു. അതിനേക്കാളും ഓപ്പോസിറ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ 10 ദിവസത്തെ പാക്കേജ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. 10 ദിവസം ഞാൻ കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്ത് ഞാൻ എൻ്റെ വർക്കോ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് അവിടുന്ന് ചെയ്തതേ ഇല്ല. എല്ലാം ഓൾറെഡി ചെയ്ത് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ആദ്യം അവിടെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഇതേപോലെ തന്നെ ബദാം മിൽക്കും പഴംപൊഴിയൊക്കെ കൊണ്ടുത്തിട്ട് ഒരു 6-6:30 ആവും. ആ ഒരു ടൈമിലാണ് കേട്ടോ കിട്ടുക. അതൊക്കെ കഴിച്ച് സെറ്റായി വരുമ്പോഴേലും വാവ എഴുന്നേക്കും. വാവ എഴുന്നേറ്റ് ഞാൻ പാലൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് നേരം അവളിനെ കളിപ്പിച്ച് അവളൊന്ന് സെറ്റാക്കി എടുക്കും. അപ്പോഴേലും നമ്മുടെ ചായയൊക്കെ വരും. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സെയിം ഭക്ഷണ രീതിയാണ് കേട്ടോ. അതായത് വീട്ടിലൊക്കെ എന്താണോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ അങ്ങനെയൊക്കെ കിട്ടുക, ആ സെയിം സാധനങ്ങളാണ് ഇന്ന് നമുക്ക് ഇട്ടിട്ടുണ്ടായിരുന്ന പുട്ടും കടലയും ചായ. സമയതയുടെ അടുക്കളയിൽ നിന്ന് തന്നെ ഉണ്ടാക്കണതാണ്. അതായത് വെളിയിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഐറ്റം ഒന്നല്ല. അവിടുത്തെ ഒരു വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് തരുന്ന ആ ഒരു സെയിം സെറ്റപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സെയിം ഫീൽ തന്നെയായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കഴിക്കുക. ഈ പറഞ്ഞ പോലെ പാലും പഴമൊക്കെ കഴിച്ച് സെറ്റായിരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ലേറ്റായിട്ടായിരിക്കും. അമ്മയൊക്കെ കഴിച്ചു, അമ്മയുടെ കുളിയൊക്കെ കഴിഞ്ഞു. അത് കഴിയുമ്പോഴേലും ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേലും കർക്കിടക കഞ്ഞി ഉണ്ടായി. പിന്നെ വാവേന അമ്മയും ശ്രീയും ഒക്കെ എടുത്ത് നടന്നു. ഞാനും എൻ്റെ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നും ചെയ്യാനുണ്ടായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഞാൻ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഐറ്റംസ് ഉണ്ടായിരുന്നു മിന്ത്രയിൽ നിന്ന്. ഓണമൊക്കെ ആണല്ലോ, അതുകൊണ്ട് ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും. കൂട്ടത്തിൽ കുറച്ച് ജ്വല്ലറിയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരൊറ്റ സെറ്റാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും പറ്റുവാണെങ്കിൽ ഇതൊക്കെ ഞാൻ വ്യൂ പ്രോഡക്റ്റിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ. ഇത് എനിക്കൊന്ന് ഓൾറെഡി ഞാൻ ഷോർട്സ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യുക. നല്ലൊരു സാധനമായിരുന്നു. മൊത്തത്തിൽ ഒരു ചോക്കറല്ല, ഒരു നെക്ക് പീസും ഒരു ഹാരം അതേപോലെ തന്നെ കമ്മലൊക്കെ കൂടിയിട്ട് വന്നേക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു 11 മണി ആ ടൈമിൽ തന്നെ വാവയുടെ കുളിപ്പിക്കലും ആ ഒരു സമയത്ത് ആദ്യം അവർ വാവയ്ക്ക് നല്ലൊരു ഓയിൽ മസാജും കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷമാണ് ഒരു ഇളം ചൂട് വെള്ളത്തിൽ കുളിപ്പിക്കുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേലും തന്നെ അവളെ സെറ്റ് അവൾ കുറച്ച് നേരം നന്നായിട്ട് കിടന്നു. അപ്പോഴേലും തന്നെ ഏകദേശം ഒരു 12:30-1 മണിയൊക്കെ ആയിട്ടുണ്ടാകും. പിന്നെ ആ ടൈമിലാവുമ്പോഴേലും നമുക്ക് ഇതേപോലെ നമ്മുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. നമുക്ക് ഓരോ റൂമിന് സെപ്പറേറ്റ് ആയിട്ട് അവർ വന്ന് കൊണ്ടുവരിക ചെയ്യുക. എനിക്ക് എന്താ പറയുക, നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ച സമയത്തേ പോയ പിന്നെയാണ്, അല്ലെങ്കിൽ തോന്നിയ സമയത്തായിരുന്നു കഴിക്കുക. ഇവിടെ നമുക്ക് കൃത്യം ഭക്ഷണം കൊണ്ടുവരുന്നതുകൊണ്ട് നമ്മൾ കൃത്യം ഭക്ഷണം കഴിക്കുമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് ചോറ് വരുന്നുണ്ട്. മാത്രമല്ല നമുക്ക് 2 കൂട്ടം കറിയുണ്ട്. അതിനകത്തൊരു പച്ചക്കറി ഉണ്ടാവും, ഒരു മീൻ കറി ഉണ്ടാവും. മീനൊക്കെ നമ്മൾ ചുമ്മാ വെറുതെ ഒരു മീൻ കറി ആ ഒരു പരുവത്തിലൊന്നുമില്ല, നല്ലോണം. ഇപ്പം ഞങ്ങൾ 3 ആൾക്കാരുണ്ടായി. 3 ആൾക്കും നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് മീൻ കഷ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ പപ്പടം, ഉണക്കമുളക്, പിന്നെ ഉപ്പേരി, മുട്ട, ഇത്രയും ഐറ്റംസ് ആണ് വരുന്നത്. മുട്ട നമുക്ക് പ്രസവിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഞാൻ തന്നെ ലഞ്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ തന്നെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നു. വലിയ വിശപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ കർക്കിടക കഴിഞ്ഞ് കുറിച്ചിട്ട് കുറച്ച് സമയമായതേ ഉള്ളൂ. ഞാൻ ഇത്ര കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ച് ഇവിടെ വന്നേ പിന്നെ ഇങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടേ ഇല്ല. ഇത്ര എന്താ പറയുക, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, അതിൻ്റെ നടുവിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും എന്നുവരെ കഴിച്ചിട്ടില്ല. എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയ സമയത്ത് കഴിച്ചാൽ അങ്ങനത്തെ പരുവത്തിലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരു ചിട്ടയൊക്കെ ഉണ്ടായി. അപ്പോൾ ഇന്ന് ഭക്ഷണം കഴിച്ച് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം. ബിക്കോസ് ഒരു 30-45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് എനിക്ക് ഒഴിയാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടന്ന് കളിച്ച ശേഷമാണ് ഞാൻ ഒഴിയാൻ വേണ്ടി പോയത്. നമുക്ക് ടൈം ടേബിൾ തരും കേട്ടോ. ഡെയിലി ഓരോ ടൈം ടേബിൾ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അവർ വന്ന് വിളിക്കും റൂമിലോട്ടേക്ക്. അപ്പോൾ ഞാൻ പോയി. ഇതാണ് നമ്മുടെ ഒഴിച്ചൽ റൂം. അവർ ഓരോരോ പാക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫേഷ്യൽ പാക്ക്, അതേപോലെ തന്നെ ഹെയർ പാക്ക്, ഓയിൽ ചൂടാക്കുക, ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളുണ്ട്. നമ്മൾ ഒഴിച്ചൽ റൂമിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്മെല്ലും ആ ഒരു സെറ്റപ്പും കാണുമ്പോഴേലും ഞാൻ ആദ്യത്തെ ദിവസമൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇത് എനിക്ക് വർക്ക് ചെയ്യും, ഒഴിച്ചലൊക്കെ എനിക്ക് എങ്ങനെയാവും കാര്യം. അത്യാവശ്യം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ ഒഴിയാൻ പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എൻ്റെ വേദനകളൊക്കെ മാറുമെന്നൊക്കെ ഉള്ള. സത്യമായിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ലിറ്ററലി ഞാനിങ്ങനെ എന്താവും എൻ്റെ അവസ്ഥ എന്നൊക്കെ ഞാൻ പലപ്പോഴും പല രാത്രികളിലിരുന്ന് ആലോചിച്ചിട്ടുണ്ട് കേട്ടോ.
അവിടെ പോയിട്ട് 2 ദിവസത്തെ ഒഴിച്ചിലൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നല്ല ആശ്വാസം. എനിക്കൊന്ന് ലിറ്ററലി എനിക്ക് സെക്കൻഡ് ഡേ ഒക്കെ ആയപ്പോഴേലും നല്ലൊരു റിലീഫ് ഫീൽ ചെയ്തിട്ടുണ്ടായി. അവരുടെ ആ ഒരു ഹോട്ട് ഓയിൽ മസാജും പാക്ക് അപ്ലൈ ചെയ്യുന്നതും നമുക്ക് മൈൻഡും നല്ല റിലാക്സ്ഡ് ആവും. മാത്രമല്ല ഫിസിക്കലിയും ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു റിലാക്സേഷൻ നമുക്ക് കിട്ടും. ഈ പറഞ്ഞതുപോലെ തന്നെ അവർ ഓൺ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആ പ്രിപ്പയർ ചെയ്യുന്നതും അവിടെ നിന്ന് തന്നെയാണ്. ആൻഡ് ആദ്യം അവർ സ്റ്റാർട്ട് ചെയ്യുക ഹെയർ ഓയിലിംഗ്, ഹെഡ് മസാജ് കാര്യങ്ങളൊക്കെ. അയ്യോ ഒരു രക്ഷയില്ല, ഭയങ്കര രസമാണ്. നമ്മളിങ്ങനെ ഉറങ്ങിപ്പോട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടുന്ന്. എന്താ പറയുക ഒരു നമ്മുടെ തലയിൽ നിന്നൊക്കെ ഇങ്ങനെ ചൂടിറങ്ങി പോകണം ലിറ്ററലി നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഹെഡ് മസാജ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഹെയർ പാക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് പ്രസവ സമയത്ത് അതേപോലെ തന്നെ പ്രസവം കഴിഞ്ഞിട്ടും നമ്മുടെ ശരീരം ഭയങ്കര ചൂടായിരിക്കും പ്രസവിച്ച ആൾക്കാരുടെ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. എനിക്കും പേഴ്സണലി അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തേക്കുന്നത്. പാക്കൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചൊരു ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഇത് അടിപൊളി പരിപാടിയാണല്ലോ തോന്നിയ കാര്യമാണിത്. നല്ല സുഖമായിരുന്നു. ഇങ്ങനെ ചൂടൊക്കെ ഇങ്ങനെ ഒഴുകി പോണ ഒരു ഫീലായിരുന്നു. കണ്ണിൽ നിന്നൊക്കെ കണ്ണ് പൂട്ടുമ്പോഴേലുണ്ടല്ലോ എനിക്ക് പൊതുവേ ഈ ഒരു ടൈമിൽ കണ്ണ് പൂട്ടുമ്പോഴേലിങ്ങനെ നീറും, കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം. അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ സംഭവങ്ങളൊക്കെ ചെയ്ത ശേഷമാണ്. ഇനി ഹെയറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം ഫേസിലോട്ടേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. ആദ്യം തന്നെ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജ് തരും. നമ്മുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ ലൂസായിട്ട് ഉണ്ടാവാന്നാണ് പറയപ്പെടുന്നത്. എനിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. 10 days പാക്കേജ് ആണെങ്കിലും എല്ലാ ദിവസവും ഒരേ റുട്ടീനല്ല കേട്ടോ. ആദ്യത്തെ 2 ദിവസം ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ വേദനയൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കിഴി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ശരിക്കും എനിക്ക് നടുവേദനയൊക്കെ കിഴി വെച്ചപ്പോഴാണ് എന്ത് സുഖമാണെന്നറിയാവോ. സത്യമായിട്ടും ഇപ്പം പ്രസവിച്ചിരിക്കുന്ന ആൾക്കാർ മാത്രമല്ല, നോർമലി നമുക്ക് ശരീരവേദന ഉണ്ട്, ഒന്ന് റെജുനേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം തോന്നി തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഞാൻ ചുമ്മാ പറയില്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പറയാം. വ്യത്യാസം ഉണ്ടാവും. നന്നായിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഫീലും. മാത്രമല്ല നമുക്ക് ഇതേപോലെ ഫേഷ്യലും ഫേഷ്യൽ മസാജും അതേപോലെ തന്നെ ഫുൾ ബോഡി മസാജും പാക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ കാണാൻ വേണ്ടിയിട്ട് വേറൊരാളൊരു ഫീലായിരിക്കും. പെട്ടെന്നൊരു ഗ്ലോപ്പ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ ഇതുപോലെ റിജുനേഷനും അതേപോലെ തന്നെ നമ്മുടെ ഈ പ്രസവരക്ഷയും മാത്രമല്ല ബ്രൈഡൽ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 1 day വർക്ക് അത് ഇതൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായി കല്യാണത്തിന് ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചുമ്മാ സാലൂണിലൊക്കെ പോയി കളഞ്ഞ കാശുണ്ടെങ്കിൽ ഇവിടെ വന്ന് സുഖമായിട്ട് 2-3 ദിവസം സ്റ്റേ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം, കുഴപ്പമില്ല. അടുത്ത് എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ വരുമല്ലോ, അനിയന്മാരുടെ കല്യാണം അല്ലെങ്കിൽ കസിൻസിൻ്റെ കല്യാണമൊക്കെ വരുന്നതിനേക്കാൾ മുൻപ് ഉറപ്പായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ഹെയർ പാക്ക്, ഹെയർ ഓയിലിംഗ്, അതേപോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് ഇതേപോലെ ഫുൾ ബോഡി ഓയിൽ മസാജൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ സുഖം, പരമസുഖം. അത് കഴിഞ്ഞിട്ട് ഒരു പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് അവരുടെ കുറേ ടെക്നിക്സ് ഒക്കെ ഉണ്ട് മസാജ് ചെയ്യുമ്പോഴുള്ള. നമ്മുടെ നോർമലി മസാജ് ചെയ്യുമ്പോൾ ഒരു സുഖമായിരിക്കും. അതേപോലെ ഇപ്പോൾ ചെയ്തുല്ലോ കിഴിയല്ലാതെ അതിനേക്കാളും മുൻപ് അതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം വേറെ തന്നെയാണ്. ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരമൊക്കെ ഇങ്ങനെ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചു വന്നൊരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇനി ഇതിനേക്കാളൊക്കെ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച സാധനമാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകണം, സ്റ്റീം ചെയ്യുക എന്നുള്ളത്. സ്റ്റീം ബാത്ത്, അതിനെന്താ പറയുക എക്സാക്ട് വേർഡ് എനിക്കറിയത്തില്ല. അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു 15 മിനിറ്റ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എന്താ ഒരു സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. ശേഷം ലാസ്റ്റ് ഡേക്ക് ആയപ്പോഴാണ് ഈ സ്റ്റീമിങ്ങും അതേപോലെ തന്നെ ധാരയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഓരോ ദിവസത്തെ റുട്ടീൻ വെവ്വേറെയാണ്. നമുക്ക് ലാസ്റ്റ് ഡേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 3 days സെപ്പറേറ്റ് ആയിട്ട് വേറെ ആയിരിക്കാം റുട്ടീൻ. അതിനുശേഷം ഒരു 3 to 4 days വേറെ റുട്ടീൻ ആയിരിക്കാം. അങ്ങനെ മാറി വരും. നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം വേദഗുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് അവിടെ ചെന്നിട്ടാണ് വേദഗുളി സംഭവങ്ങളൊക്കെ അറിയണത്. വേദഗുളിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെയാണ് ഉണ്ടാവുക, ഇതൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ വയറ് ചുറ്റിക്കെട്ടുക എന്നുള്ളത്, ഈ ടെക്നിക്കാണ്. ആ ടെക്നിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ടൈറ്റായിട്ട് കെട്ടും. നമുക്ക് വയറൊക്കെ ചാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും വയറ് നല്ല രീതിയിൽ അമരാൻ വേണ്ടിയിട്ടും ഉള്ളോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. എനിക്ക് തോന്നുന്നു സുഖപ്രസവമൊക്കെയുള്ള ആൾക്കാർക്ക് നേരത്തെ ഇത് കെട്ടാം. C-section അങ്ങനെയല്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ട് നന്നായിട്ട് ഹീലായിട്ട് മാത്രമേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ ഞാൻ കുറേ ദിവസം കേട്ടോ, ഒരു 1.5 മാസമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ പോയത്. എൻ്റെ സ്റ്റിച്ചൊക്കെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇങ്ങനെ ടൈറ്റായിട്ട് കെട്ടാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ ഡോക്ടർ അടുത്തൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു പെർട്ടിക്കുലർ ടൈമിന് ശേഷം നമുക്ക് ഇതേപോലെ കെട്ടാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിച്ചും രാസനാദി പൊടി ഇടുക, അതേപോലെ തന്നെ നമുക്ക് ജലദോഷം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവം. പിന്നെ നമ്മുടെ മുടിയിൽ എന്താ പറയുക, ഇതിനെന്താ പേര് പറയാമെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്കൊരു കണ്ണെഴുത്തും അതേപോലെ തന്നെ ലിപ് ബാം അപ്ലൈ ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ട്. അപ്പോഴാണ് ഇവരുടെ ഇത്രയും പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടത്. സപ്പോസ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഫേസ് പാക്ക്, ഹെയർ പാക്ക് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ
അവർക്കൊരു വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ അകത്ത് കയറി പർച്ചേസ് ചെയ്യാം. ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്നേ പിന്നെയാണ് ആദ്യമായിട്ട്, അതിനേക്കാൾ മുൻപ് എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലിപ് ബാം. ഞാൻ അങ്ങനെ കൂടുതലായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് ഞാൻ ഈ എന്താ പറയുക ഒരു കണ്ടിന്യൂസ് ആയിട്ട് 10 days ഞാൻ യൂസ് ചെയ്തപ്പോഴേ ഞാൻ ഒരു ഹ്യൂജ് ഫാനായി. നല്ല അടിപൊളി ലിപ് ബാമാണ്, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കഴിയുമ്പോഴേക്കും തിരിച്ച് ഓർഡർ ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ കോഴിക്കോട് പോയി വാങ്ങിക്കണമല്ലോ. അതിനേക്കാളും നല്ല ഓൺലൈനിൽ ഓപ്ഷൻ ഉള്ളപ്പോൾ അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേലും വാവൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായി. പിന്നെ അത് കഴിയുമ്പോഴേലും നമുക്കൊരു നല്ലൊരു ചുക്ക് കാപ്പിയൊക്കെ കിട്ടും കേട്ടോ, ഈ മസാജൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്ന ശേഷം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ചായ വരും, ചായയോടൊപ്പം എന്തെങ്കിലുമൊക്കെ കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇന്ന് ഉപ്മാവായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ വരും. ജ്യൂസ് ഓരോ ദിവസം ഓരോന്നായിരിക്കും. ഇന്ന് വന്നിട്ടുണ്ടായിരുന്ന വാട്ടർമെലൺ ജ്യൂസ്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേക രീതിയിൽ അവരടിക്കുന്നത്, അതിൻ്റെ റെസിപ്പി ചോദിക്കാം, എന്തായാലും നെക്സ്റ്റ് ടൈം ചോദിക്കാം. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേലും ഓട്സോ മുത്താറിയോ വരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിന്നർ വരും. അത് കഴിഞ്ഞിട്ട് എനിക്ക് മാത്രം സ്പെഷ്യൽ പാലും നട്ട്സും വരും. സോ ഇതൊക്കെയായിരുന്നു സമയത്തിൽ ഉണ്ടായിരുന്ന എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ എന്തായാലും ഈ ഒരു കുട്ടി വ്ളോഗ് അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ ബൈ ബൈ.